ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നോമ്പിന്റെ 29-ാം ദിവസം. അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും അനുഭവമാണ് ഓരോ നോമ്പ് കാലവും. ശരീരശുദ്ധി, മനഃശുദ്ധി, ആന്തരിക ശുദ്ധി എന്നിവയിലൂടെ ദൈവസംസർഗം അനുഭവിക്കുന്ന സമയം. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ 16-ാമത്തെ വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനമഴിച്ച് വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ് മേൽ വായിച്ചു കേട്ടത്. 18 സംവത്സരങ്ങളായി കൂന് ബാധിച്ച ഒരു സ്ത്രീ, ചികിത്സകൾ പരാജയപ്പെടുത്തി പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലാതെ കൂനിയായി 18 സംവത്സരങ്ങൾ തുടർന്ന ഒരു സ്ത്രീ. എന്നാൽ പള്ളിയിൽ വെച്ച് അവൾ യേശുവിനെ കണ്ടെത്തിയപ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ കണ്ടപ്പോൾ അവൾക്ക് നിവരുവാൻ സാധിക്കുന്നു. പിശാചിന്റെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവിന് മാത്രമേ നമ്മെ വിടുവിക്കാൻ സാധിക്കൂ എന്ന് നാം വിശ്വസിക്കണം. ഇവിടെ കർത്താവിനെ കണ്ടെത്തിയപ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ കണ്ടപ്പോൾ അവൾക്ക് ഒരു സൗഖ്യം ലഭിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിന് മാത്രമേ നമ്മളെ സൗഖ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലവിധമായ ഭാരങ്ങളും കൂനിയ അവസ്ഥയിലൂടെയും നാം കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം വാസ്തവമായി നാം യേശുവിനെ കണ്ടെത്തുവാൻ ശ്രമിക്കണം. ഒരു ആരാധനാ സമൂഹം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആളുകളാൽ ചുറ്റപ്പെട്ടതാണ്. ആ ഒരു ആരാധനാ സമൂഹത്തിൽ സ്ത്രീകൾ കാണും, കുട്ടികൾ, പുരുഷന്മാർ, നിരാശയിലായിരിക്കുന്ന, അങ്ങനെ പല വിധത്തിലുള്ള ആളുകളാണ് ആ ഒരു ആരാധനാ സമൂഹം ഉൾക്കൊള്ളുന്നത്. എന്നാൽ എല്ലാവരെയും കരുതുന്ന ദൈവമാണ് നമ്മുടെ ആരാധനാ കേന്ദ്രം. ആ ആരാധനാ കേന്ദ്രത്തെ വിശ്വസിച്ചാണ് നാം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട്. യേശു സൗഖ്യദായകനാണ് എന്ന് അറിയാമായിരുന്നിട്ടും അവിടെ ഉണ്ടായിരുന്ന ഒരാളുകൾ പോലും ഈ രോഗിയെ യേശുവിന്റെ അടുക്കൽ എത്തിക്കുന്നില്ല. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരെ യേശുവിന്റെ അടുക്കൽ വിളിച്ചുകൊണ്ട് ചെല്ലുന്ന ഒരു അനുഭവമായി തീരണം. മറ്റുള്ളവരെ കരുതുന്ന ഒരു അനുഭവമായി നമ്മുടെ ആരാധനാ സമൂഹങ്ങൾ മാറണം. ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പള്ളിപ്രമാണി നീരസപ്പെടുന്നതായിട്ട്. ശബത്ത് നാളിൽ സൗഖ്യം കൊടുക്കുന്നതിന് പള്ളിപ്രമാണി നീരസപ്പെടുന്നു. ശബത്തിന്റെ കർത്താവായ യേശുവിന്റെ വാക്കുകളും പ്രവൃത്തിയും പള്ളിപ്രമാണിക്ക് മനസ്സിലാകാതെ പോയി. പരീശന്മാർ ശബത്തിൽ സൗഖ്യമരുതെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നു, ശബത്തിനേക്കാൾ പ്രാധാന്യം ജീവനാണെന്ന്. ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ആരാധനകൾ മാറേണ്ടത്. ജീവൻ സംരക്ഷിക്കേണ്ട കേന്ദ്രങ്ങളായി നമ്മുടെ ആരാധനാ സമൂഹം തീരണം. ഈ കൂനിയായ സ്ത്രീ അനുഭവിച്ച അവഗണനകൾ ഒരുപാടാണ്. അവഗണന അനുഭവിച്ച ഈ സ്ത്രീയെ കർത്താവായ യേശുക്രിസ്തു വിളിക്കുന്നത് അബ്രഹാമിന്റെ മകൾ എന്നാണ്. അബ്രഹാമിന്റെ മകൾ എന്ന ആ ഒരു വലിയ പദവിയിലേക്ക് ഈ സ്ത്രീ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലാവരാലും അവഗണിക്കപ്പെട്ട ആ ഒരു സ്ത്രീയെ ചേർത്ത് നിർത്തി ഒരു പുതിയ ഒരു മേൽവിലാസം തന്നെ അവൾക്ക് ദൈവം നൽകുന്നു. ഒരു മാന്യതയുടെ തലത്തിലേക്ക് അവളെ ഉയർത്തുന്നു. അവഗണനയിലും ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവാണ് നമുക്ക് ഉള്ളത്. നമ്മുടെ ആരാധനകൾ എപ്പോഴും കുരുടും കുഷ്ഠവും കാഴ്ചയില്ലായ്മയും ഇല്ലാതാക്കുന്ന ഒന്നായി തീരണം. പുതിയ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം ഓരോ ആരാധനാ സമൂഹവും.
ആരാധനയിലൂടെ ദൈവസ്വരൂപങ്ങളായ പുതിയ വ്യക്തികളായി നാം മാറണം. നമ്മുടെ പഴയ ആ ചിന്താഗതികളെയും രീതികളെയും വിട്ടിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ആരാധനാ സമൂഹമായി നാം മാറണമെന്നാണ് കർത്താവ് നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യത്തിലൂടെ മാത്രമേ ആരാധന അർത്ഥപൂർണമായി തീരുകയുള്ളൂ. പാപ സ്വഭാവത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നുള്ള വിമോചനമാണ് നമുക്ക് ആവശ്യം. ഈ ശബത്ത് നാള് ഒരു ആത്മീയ അനുഭവമായി മാറണം. ഈ കൂനിയായ സ്ത്രീയെ ചേർത്ത് നിർത്തലിന്റെ ഒരു അനുഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മുടെ ആരാധനാ സമൂഹങ്ങൾ എപ്പോഴും ചേർത്ത് നിർത്തലിന്റെ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകേണ്ടതാണ്. നിവർത്തിക്കുന്നവനും എഴുന്നേൽപ്പിക്കുന്നവനും വിടുവിക്കുന്നവനും രക്ഷിക്കുന്നവനും എല്ലാം യേശു ആകുന്നു എന്നുള്ള ഉത്തമ ബോധ്യമുള്ളവരായി നാം ഓരോരുത്തരും തീരണം. ഈ നോമ്പ് കാലം എല്ലാവരെയും ചേർത്ത് നിർത്തി ക്ഷമിച്ചും ശബത്തിനെ അശുദ്ധമായി കാണാതെ വിശുദ്ധിയുടെ പ്രതീകമായി കണ്ട് ശബത്ത് നാളിലും ജീവന് വേണ്ടി എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരണം. ഈ നോമ്പ് കാലത്തിൽ ദൈവം നമ്മുടെ ആരാധനാ കേന്ദ്രമായി മാറണം. നോമ്പ് ഒരു ആത്മീയ ദർശനത്തിന്റെ അനുഭവമായി മാറണം. ഒരു ചേർത്ത് നിർത്തലിന്റെ അനുഭവമായി മാറണം. അവഗണിക്കപ്പെട്ട സമൂഹത്തിൽ ചേർത്ത് നിർത്തലിന്റെയും ഒരു പുതുക്കത്തിന്റെയും അനുഭവം ഉളവാക്കുവാൻ സാധിക്കണം. ശരിയായ ദർശനമുള്ളവരായി ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോരുത്തർക്കും ഈ നോമ്പുകാലത്തിലൂടെ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.